ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു റൈസ് റെസിപ്പിയുമായിട്ടാണ്. നമുക്ക് കുറേ പേർക്കൊക്കെ അറിയാവുന്നതും ഇഷ്ടമുള്ളതുമായിട്ടുള്ള ഒരു അറബിക് റൈസുമായിട്ടാണ്. മന്തി റൈസാണ്. നമുക്കിനി അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്കതിനായിട്ട് മന്തി മസാല ഉണ്ടാക്കണം. 2 ടേബിൾ സ്പൂൺ മല്ലി, 1 ടേബിൾ സ്പൂൺ നല്ല ജീരകം, 3/4 ടേബിൾ സ്പൂൺ കുരുമുളക്, 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, 10-11 ഏലയ്ക്ക, ഒരു ഡ്രൈ ലെമൺ, ഒരു മീഡിയം പട്ട, 10-11 ഗ്രാമ്പു, ജാതിക്കയുടെ കുറച്ച് ഭാഗങ്ങളും. ഇത്രയും കൂടെ ചേർത്തിട്ട് നമുക്കതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം, ലോ ഫ്ലെയിമിലിട്ടിട്ട്. എന്നിട്ട് തണുത്തതിന് ശേഷം നമുക്കത് പൊടിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ മന്തി മസാല റെഡിയായി കിട്ടും. ചിക്കൻ മന്തിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനായിട്ട് 1 കിലോ ചിക്കൻ സ്കിൻ റിമൂവ് ചെയ്ത് ചെറിയ ചെറിയ ഹോൾ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് മസാല നന്നായിട്ട് ചിക്കനിൽ പിടിച്ചു കിട്ടും. ആദ്യം ചേർക്കുന്നത് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന മന്തി മസാലയാണ്. 2.25 ടേബിൾ സ്പൂൺ മന്തി മസാല ആദ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊരു കളറിന് വേണ്ടിയാണ് നമ്മൾ ചേർക്കുന്നത്. 3/4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു വലിയ നാരങ്ങയുടെ നീര്, ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ചിക്കനിൽ ഈ മസാലകളെല്ലാം തേച്ച് പിടിപ്പിച്ച് വെക്കണം. കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും ഈ ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഞാൻ 1 മണിക്കൂറിന് ശേഷം ഈ ചിക്കൻ എടുത്ത് കുക്ക് ചെയ്യാൻ പോവുകയാണ്. അതിനായിട്ട് നല്ല ചുവട് കട്ടിയുള്ള വീതിയുള്ളൊരു പാത്രത്തിലേക്ക് 7 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ചിക്കൻ സ്കിന്നോട് കൂടിയ ചിക്കൻ വേണമെങ്കിലും മന്തി റൈസിന് ഉപയോഗിക്കാവുന്നതാണ്. ഇത് നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ്. നമുക്ക് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഒട്ടും വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട ചിക്കനിലേക്ക്. ചിക്കനിൽ നിന്ന് തന്നെ വെള്ളമെല്ലാം ഇറങ്ങി ചിക്കൻ നന്നായി കുക്ക് ആയി കിട്ടും. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ ചിക്കൻ കുക്ക് ചെയ്തെടുക്കുന്നത്. കൂട്ടത്തിൽ 2 പച്ചമുളക് ചെറിയതായിട്ട് മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അടച്ചു വെച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഈ സമയത്ത് തന്നെ നമുക്ക് നമ്മുടെ റൈസും റെഡിയാക്കിയെടുക്കാം. ഞാനിവിടെ റൈസ് റെഡിയാക്കാൻ വേണ്ടി 6 ഗ്ലാസ് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ആദ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ഡ്രൈ ലെമണും കുറച്ച് ബേ ലീവ്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. 3 ഗ്ലാസ് അരിയാണ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. അതിനായിട്ട് 6 ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട്. കൂട്ടത്തിൽ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന മന്തി മസാലയിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നല്ലതായിട്ട് തിള വരുമ്പോഴത്തേനും നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഒരു 90% കുക്കായാൽ മതി. ഈ സമയത്ത് നമ്മുടെ ചിക്കൻ കുക്കായിക്കൊണ്ടിരിക്കുന്നുണ്ട്. റൈസ് ഇപ്പോൾ ഏകദേശം നമ്മുടെ റെഡി ആയിട്ടുണ്ട്. നമുക്കതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ചിക്കൻ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ചിക്കനിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങി കുക്കായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു സൈഡ് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത സൈഡും കൂടെ തിരിച്ചിട്ട് റെഡിയാക്കാൻ പോവുകയാണ്. ഈ സമയത്ത് ഞാൻ കുറച്ച് ചിക്കൻ സ്റ്റോക്ക് എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇത് നമുക്ക് അവസാനം ഉപയോഗിക്കാൻ വേണ്ടിയാണ്. ചിക്കൻ എല്ലാം ഇപ്പം നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഒരു ദം രീതിയിലാണ് ഇപ്പം റെഡിയാക്കിയെടുക്കുന്നത്. ദം ചെയ്യുന്ന പോലെ അതിൽ നമ്മൾ ചിക്കൻ റെഡിയാക്കിയ പാത്രത്തിൽ തന്നെ നമ്മൾ ആദ്യം റൈസ് ഇട്ട് കൊടുത്ത് നിരത്തി കൊടുക്കുക. അതിലേക്ക് ആദ്യം കുറച്ച് മന്തി മസാലയും കൂടെ ചേർത്ത് കൊടുക്കുക. കൂട്ടത്തിൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ്റെ സ്റ്റോക്കും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ബാക്കി വന്നിരിക്കുന്ന റൈസും കൂടെ ഇട്ട് കൊടുക്കുക. ബാലൻസ് വന്നിരിക്കുന്ന മന്തി മസാലയും സ്റ്റോക്കും കൂടെ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് പച്ചമുളക് അതിൻ്റെ പുറത്ത് വെച്ച് കൊടുക്കണം.
നമ്മുടെ റൈസും ചിക്കനും ഓവർ കുക്കായി പോകരുത്, കാരണം നമ്മൾ ദം ചെയ്തെടുക്കുന്നുണ്ട്. അതുകൊണ്ട് മന്തി റൈസിന് അധികം മസാലകളൊന്നുമില്ല. ബിരിയാണി ചെയ്യുന്നതിൻ്റെ കൂട്ടുള്ള മസാലകളൊന്നുമില്ല നമ്മുടെ മന്തി റൈസിന്. കൂട്ടത്തിൽ ഞാൻ കുറച്ച് റൈസിൻസ് കൂടെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ട് ഫോയിൽ പേപ്പർ വെച്ച് കവർ ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം നല്ലൊരു അടപ്പ് വെച്ചിട്ട് മുറുക്കി അടച്ചു വെക്കുന്നു. എന്നിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാൻ പോവുകയാണ്. ഈ സമയത്ത് തന്നെ നമുക്ക് മന്തി റൈസിന് ആവശ്യമായിട്ടുള്ളൊരു ചട്നി റെഡിയാക്കാം. അതിനായിട്ട് 2 തക്കാളി, 3 വെളുത്തുള്ളി, 1 പച്ചമുളക്, 1 പിടി മല്ലിയില, കൂട്ടത്തിൽ 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ നാരങ്ങാ നീര്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ നല്ല കോമ്പിനേഷൻ, മന്തി റൈസിൻ്റെ നല്ല കോമ്പിനേഷനായിട്ടുള്ള ചട്നി റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതും മന്തി റൈസും കൂടെ നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. 10 മിനിറ്റിന് ശേഷം ഞാനിത് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ റൈസ് പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അധികം കുക്കായി പോയിട്ടില്ല ചോറൊന്നും. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. 90% ചിക്കനും റൈസും കുക്കാവുമ്പോൾ തന്നെ നമ്മൾ ദം ചെയ്യേണ്ടതാണ്. ഇനി ഞാനിതൊരു സെർവിങ് പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള മന്തി റൈസും ചട്നിയും റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ തുടർന്നും എൻ്റെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. താങ്ക് യു.